ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബോംബെയിലെ കുറച്ച് വീഡിയോസും കൂടെ ഉണ്ടായിരുന്നു. എലിഫൻ്റ് കേവിലേക്ക് പോയ വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. അത് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ യൂട്യൂബ് അത് ഷോർട്ട് വീഡിയോയിലോട്ടാക്കും. അതാണ് കുറേ വീഡിയോസ് ഞാൻ ലോങ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഷോർട്ടാക്കിയാണ് യൂട്യൂബ് ഇടുന്നത്. ഞങ്ങളങ്ങനെ എലിഫൻ്റ് കേവിലേക്ക് പോവുകയാണ്. പോകുന്നത് ഒരു 2 കിലോമീറ്റർ വരെയും നമുക്കൊരു ട്രെയിനുണ്ട്. നമ്മൾ ഊട്ടി ട്രെയിൻ പോലുള്ള ട്രെയിൻ കയറിയാണ് പോകുന്നത്. ഒരു ഐലൻഡാണ് അത്. അവിടെ ചെന്നിട്ട് അവിടുന്ന് മേളോട്ട് സ്റ്റെപ്പ് കയറിയാണ് പോകുന്നത്. നല്ല ഭംഗിയാണ്. നമുക്ക് ക്ഷീണമൊന്നും തോന്നില്ല. കാരണം 2 സൈഡിലും ഇഷ്ടംപോലെ സാധനങ്ങളാണ് വിൽക്കാൻ വെച്ചേക്കുന്നത്. സാധനങ്ങൾ വാങ്ങിക്കാം. എല്ലാം സ്റ്റോൺ ഉൽപ്പന്നങ്ങൾ, പിന്നെ പിച്ചള, അങ്ങനെ കുറേ ബാഗുകൾ, വീട്ടിൽ കരകൗശല വസ്തുക്കൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ 2 സൈഡിലും, നമ്മൾ നടക്കുന്ന 2 സൈഡിലുമുണ്ട്. ആ സ്റ്റെപ്പെന്ന് പറയുന്ന പാറക്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ്. നല്ല തണുപ്പുമാണ്. അങ്ങ് നമ്മൾ മുകളിലോട്ടാണ് കയറുന്നത്. കയറി എങ്ങനെ പോകണം. പിന്നെ ഓരോ സാധനങ്ങൾക്ക് വില ചോദിച്ചും സാധനങ്ങളൊക്കെ വാങ്ങിച്ചും ഞങ്ങൾ മുമ്പോട്ട് നീങ്ങിപ്പോയി. അങ്ങനെ അവിടെ ചെന്നപ്പം എനിക്ക് അങ്ങ് അറ്റം എത്താറായപ്പം ശ്വാസമുട്ടലുണ്ടായി, കിതപ്പ് പോലെ ഉണ്ടായി. അതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറിയില്ല. അവർ 2 പേരെയും പറഞ്ഞു വിട്ടു. അവർ പോയി ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് വരണേന്ന് പറഞ്ഞു. പക്ഷെ അവർ വെളിയിൽ നിന്നൊക്കെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. മുകളിൽ ചെന്നിട്ട് കാണിക്കുന്ന വ്യൂ ആണത്. അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ്. നല്ല ഭംഗിയാണ്. ഞാനും അവിടം വരെ എത്തി. പിന്നീട് ഞാൻ പുറകെ അവിടം വരെ എത്തി. പിന്നെ അവരെന്നെ കണ്ടില്ല. പക്ഷെ അവർ തിരിച്ച് താഴോട്ട് വന്നു. പിന്നെയും ഇവർ എന്നെ തിരക്കി മുകളിലോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ കണ്ടുമുട്ടി. പിന്നെ ഒന്നിച്ച് പോയി. പെട്ടെന്ന് അവിടെ അടയ്ക്കും. 5 മണിക്ക് ശേഷം അവിടെ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. ഞങ്ങളൊരു ഇറങ്ങി വന്നു. ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ബജിയൊക്കെയാണ് മോൻ കഴിച്ചത്. ഞാൻ ഫ്രഷ് മീനൊക്കെ കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റാണ്. അങ്ങനെ പിന്നെ ഞങ്ങളത് കഴിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങി ട്രെയിനിൽ തന്നെ തിരിച്ചു വന്ന് മറ്റേ ബോട്ട് കയറുന്നിടത്ത് വന്നു. ബോട്ടൊക്കെ കയറി ഞങ്ങളിങ്ങനെ ഇക്കരയിൽ 2 മണിക്കൂർ ബോട്ടിൽ ഇരിക്കണം ഇക്കര വരണമെങ്കിൽ. അതായത് നമ്മൾ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ അവിടെ വരണമെങ്കിൽ 2 മണിക്കൂർ വേണം. അങ്ങനെ ഞങ്ങൾ വന്ന് അവിടുന്ന് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും അവിടെ അങ്ങോട്ടും രാത്രിയിലൊക്കെ നടന്ന് കുറേ ഫേമസ് കടകളൊക്കെ ഉണ്ട്. കബാബിൻ്റെ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കയറി കബാബ് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഒരു മാർക്കറ്റിലൊക്കെ പോയി. മാർക്കറ്റിൽ ചെന്ന് അത് ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫോണിൻ്റെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നീട് അവിടുത്തെ ലോക്കൽ ട്രെയിൻ ഞങ്ങൾക്ക് കയറണമെന്ന് ആഗ്രഹമായിരുന്നു. അങ്ങനെ ട്രെയിനൊക്കെ കയറി. പിന്നെ അത് കഴിഞ്ഞ് മെട്രോയിലും കയറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ യൂബർ വിളിച്ച് അതിൻ്റെ അടുത്ത റൂമിലെത്താൻ യൂബർ വിളിച്ച് പോയി. അങ്ങനെ